വാർത്താ കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഓണാട്ടുകരയിൽ നിന്ന് വളരെ പെട്ടെന്ന് വയനാട്ടിലേക്ക് ഒന്ന് പോകണം. അതെ, ചെട്ടിക്കുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് പ്രഭാത കേരളം ഇന്നിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിൽ ടൂറിസത്തിന്റെ ഭാഗമാവുകയാണ് ഓട്ടോ ഡ്രൈവർമാർ. കുറഞ്ഞ ചെലവിൽ ഓട്ടോറിക്ഷയിൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമൊരുക്കുന്ന ടുക് ടുക് പദ്ധതിക്കാണ് വയനാട്ടിൽ തുടക്കമായത്. കാണാം. ഓട്ടോ ഡ്രൈവർമാരെ മുഖ്യധാര ടൂറിസം വികസനത്തിന്റെ ഭാഗമാക്കുന്നതാണ് ടുക് ടുക് ടൂറിസം പദ്ധതി. വയനാട് കാണാനെത്തുന്ന വിദേശികളടക്കമുള്ള സഞ്ചാരികളെ ഓട്ടോറിക്ഷയിൽ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതാണ് പദ്ധതി. DTPCയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായി വൈത്തിരി, അമ്പലവയൽ, ബത്തേരി എന്നിവിടങ്ങളിലുള്ള 100ഓളം ഓട്ടോ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകി. തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, പക്ഷെ ഇപ്പോഴാണ് DTPC കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കും കൂടെ കുറച്ചൊരു ഉത്തരവാദിത്വം കൂടുന്ന മാതിരി തോന്നുന്നു. ബെൽജിയം സ്വദേശികളായിരുന്നു ടുക് ടുക് പദ്ധതിയുടെ ആദ്യ സഞ്ചാരികൾ. I am very happy because in India it's very good, and for me the tuk-tuk it's new, and I like this. I feel good because the tuk-tuk it's good. It's possible to visit all the places with tuk-tuk. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കുറഞ്ഞ ചെലവിൽ മനോഹരമായ പ്രദേശങ്ങൾ കണ്ടുമടങ്ങാനാകുമെന്നതാണ് ടുക് ടുക് ടൂറിസത്തിന്റെ പ്രത്യേകത. നമ്മുടെ വയനാട് ജില്ല ടൂറിസം നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെ ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആവണം തന്നെയാണല്ലോ. അപ്പോൾ അവർക്ക് ഈ ഓട്ടോ ഡ്രൈവേഴ്സിന് കൂടി സഹായകരമാവുന്ന രീതിയിൽ ആണ് ഇത് ആസൂത്രണം ചെയ്തത്. ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനുള്ള നടപടികൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആരംഭിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റിനും അതുപോലെ ഈ ഓട്ടോക്കാരനും തുല്യമായിട്ട്, അതായത് നല്ലൊരു പൈസ വരുമാനം ഇവർക്ക് ഓട്ടോക്കാർക്ക് കിട്ടുന്നതോടൊപ്പം കുറഞ്ഞ ചെലവിൽ വയനാട്ടിലെ വിവിധ കേന്ദ്രങ്ങൾ കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടെത്തി മാർച്ച് പകുതിയോടെ പരിശീലനം നൽകും. സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ സഞ്ചാര വഴികൾ കണ്ടെത്താനുള്ള ലക്ഷ്യത്തിലാണ് DTPC. ന്യൂസ് 18 വയനാട്.